ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. വല്ലാത്തൊരു അവസ്ഥയിലൂടെയാണ് അർജന്റീൻ ഗോൾ കീപ്പറായ എമിലിയാനോ മാർട്ടിനസ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. യുവന്റസിലേക്ക് പോകാൻ വേണ്ടി അദ്ദേഹം പരമാവധി ശ്രമിച്ചിരുന്നു, അത് ഫലം കണ്ടിരുന്നില്ല. പക്ഷേ പിന്നീട് ഇന്നലെ യുവന്റസ് വീണ്ടും അദ്ദേഹത്തിന് വേണ്ടി ശ്രമങ്ങൾ നടത്തി എന്നുള്ളത് മാത്രമല്ല, ആ ക്ലബിലേക്ക് എത്തുന്നതിൻ്റെ തൊട്ടരികിൽ എത്താൻ എമിക്ക് കഴിഞ്ഞിരുന്നു. പക്ഷേ വീണ്ടും ഇന്നലെ ട്വിസ്റ്റ് സംഭവിച്ചു. യുവന്റസ് ആ നീക്കത്തിൽ നിന്നും പിൻവാങ്ങി. അതായത് പ്രധാനമായും രണ്ട് കാരണങ്ങളാണ് ഉള്ളത്. ആസ്റ്റൺ വില്ല ഈ ഗോൾ കീപ്പർക്ക് വേണ്ടി ആവശ്യപ്പെടുന്ന തുക അത് വളരെയധികം കൂടുതലായിരുന്നു. മാത്രമല്ല എമിക്ക് തൻ്റെ കൈവിരലിന് ഇപ്പോഴും ചെറിയ പരിക്കിൻ്റെ പ്രശ്നങ്ങളുണ്ട്. അതും ഒരു തടസ്സമായിക്കൊണ്ട് യുവന്റസ് പരിഗണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഡീൽ ഓഫായി എന്നാണ് ഒട്ടുമിക്ക മാധ്യമ പ്രവർത്തകരും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതായത് വിലയുടെ കാര്യത്തിൽ ആസ്റ്റൺ വില്ലയും യുവന്റസും തമ്മിൽ വലിയ ഒരു തർക്കം നിലനിന്നു. അതുകൊണ്ടാണ് ഈ ഡീൽ നടക്കാതെ പോയത്. മാത്രമല്ല ആസ്റ്റൺ വില്ല ജാപ്പനീസ് ഗോൾ കീപ്പറായ സുസുക്കിയെ ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെയും എമിക്ക് ഒരു തിരിച്ചടി സംഭവിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ചോയ്സ് ഗോൾ കീപ്പർ സ്ഥാനം നഷ്ടമാകുമോ എന്ന ഒരു ഭീതി കൂടി അവിടെ എമിക്കുണ്ട് എന്നുള്ളതാണ്. ഇനിയിപ്പോൾ യുവന്റസ് ആവട്ടെ ടോട്ടൻഹാമിൻ്റെ ഗോൾ കീപ്പറായ വിസാരിയോയെ കൊണ്ടുവരാനുള്ള ഒരുക്കത്തിലാണ്. അദ്ദേഹവുമായി ഇപ്പോൾ ചർച്ചകൾ നടത്തുന്നുണ്ട്. ഏതായാലും എമിയെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ ഇപ്പോൾ വളരെയധികം കഷ്ടമാണ്. യുവന്റസിലേക്ക് പോകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല എന്നുള്ളത് മാത്രമല്ല, ആസ്റ്റൺ വില്ല നല്ല ഒരു ഗോൾ കീപ്പറെ ഇപ്പോൾ കൊണ്ടുവരികയും ചെയ്തു. ഇതോടുകൂടി ആസ്റ്റൺ വില്ലയിലെ സ്ഥാനവും ഇപ്പോൾ തുലാസിലാവുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.